ഹായ്, വില്യം ഷേക്സ്പിയറുടെ ദ ടെമ്പസ്റ്റ് എന്ന് പറയുന്ന നാടകത്തിൻ്റെ ആക്ട് 3 സീൻ 1 ദ ലോഗ് സീൻ എന്ന് വിളിക്കുന്ന രംഗത്തെ ആസ്പദമാക്കിയുള്ള പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ട്സ്, ടേക്ക് എ ലുക്ക് അറ്റ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നമ്പർ 1. വാട്ട് തീം ഈസ് ഹൈലൈറ്റഡ് ത്രൂ ദ ലവ് സ്റ്റോറി ഓഫ് മിറാൻഡ ആൻഡ് ഫെർഡിനൻഡ്? മിറാൻഡയുടെയും ഫെർഡിനൻഡിൻ്റെയും പ്രണയകഥയിലൂടെ കൈകാര്യം ചെയ്യുന്ന പ്രമേയം എന്താണ്? ഇതാണ് ചോദ്യം. ദ തീം ഓഫ് ട്രൂ ലവ് ട്രാൻസെൻഡിങ് adversity and social barriers is highlighted through the love story of Miranda and Ferdinand in Act 3, Scene 1 of Shakespeare's The Tempest. പ്രതികൂല സാഹചര്യങ്ങളെയും സാമൂഹിക പ്രതിബന്ധങ്ങളെയും മറികടക്കുന്ന യഥാർത്ഥ പ്രണയത്തിൻ്റെ പ്രമേയമാണ് ഈ രംഗത്തിൽ മിറാൻഡയുടെയും ഫെർഡിനൻഡിൻ്റെയും പ്രണയകഥയിലൂടെ ഷേക്സ്പിയർ എടുത്തു കാണിക്കുന്നത്. Despite being from different backgrounds and facing challenges such as Prospero's manipulation and Ferdinand's labor, their love blossoms genuinely. വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവരാണെങ്കിലും പ്രോസ്പെറോയുടെ കലാപരിപാടി, ഫെർഡിനൻഡിൻ്റെ അധ്വാനം തുടങ്ങിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിലും അവരുടെ പ്രണയം ആത്മാർത്ഥമായി പൂത്തു തളിർക്കുന്നു. Their relationship defies external constraints and represents the power of love to overcome obstacles. അവരുടെ ബന്ധം ബാഹ്യ നിയന്ത്രണങ്ങളെ ധിക്കരിക്കുകയും പ്രതിബന്ധങ്ങളെ മറികടക്കാനുള്ള സ്നേഹത്തിൻ്റെ ശക്തിയെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നു. Additionally, their union symbolizes hope and renewal in the play. കൂടാതെ അവരുടെ കൂടിച്ചേരൽ, അതായത് അവരുടെ പ്രണയം, നാടകത്തിലെ പ്രത്യാശയുടെയും പുതുജീവിതത്തിൻ്റെയും പ്രതീകമാകുന്നു. ഇറ്റ് സജസ്റ്റ് ദാറ്റ് ലവ് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു ബ്രിങ് അബൌട്ട് പോസിറ്റീവ് ചേഞ്ച് ആൻഡ് റെക്കൺസിലിയേഷൻ ഈവൻ ഇൻ ദ ഫേസ് ഓഫ് അഡ്വേഴ്സിറ്റി. പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും നല്ല മാറ്റവും അനുരഞ്ജനവും കൊണ്ടുവരാൻ സ്നേഹത്തിന് കഴിവുണ്ടെന്ന് ഇത് സൂചിപ്പിക്കുന്നു. Now, paragraph question number 2. Write a character sketch of Ferdinand as it is revealed through this scene. Ferdinand എന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു രേഖാചിത്രം ഒന്ന് തയ്യാറാക്കാമോ? ഇതാണ് ചോദ്യം. In Act 3, Scene 1 of Shakespeare's The Tempest, Ferdinand is depicted as a devoted and earnest young man deeply in love with Miranda. ഈ രംഗത്തിൽ മിറാൻഡയെ അഗാധമായി പ്രണയിക്കുന്ന അർപ്പണബോധമുള്ള ആത്മാർത്ഥതയുള്ള ഒരു യുവാവായി ഫെർഡിനൻഡിനെ ചിത്രീകരിച്ചിരിക്കുന്നു. Despite being subjected to menial labor by Prospero, Ferdinand remains steadfast in his commitment to Miranda, demonstrating his loyalty and determination. പ്രോസ്പെറോയുടെ അടിമപ്പണിക്ക് വിധേയമായെങ്കിലും ഫെർഡിനൻഡ് മിറാൻഡയോടുള്ള പ്രതിബദ്ധതയിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു. His willingness to endure hardship for the sake of love underscores his sincerity and integrity. പ്രണയത്തിനു വേണ്ടി എന്ത് കഷ്ടപ്പാടും സഹിക്കാനുള്ള മനസ്സ് തൻ്റെ വിശ്വസ്തതയും നിശ്ചയദാർഢ്യവും പ്രകടമാക്കുന്നു. ഫെർഡിനൻഡ്സ് ക്യാരക്ടർ is further revealed through his admiration for Miranda's purity and his resolve to honor her memory even in her supposed death. മിറാൻഡയുടെ പരിശുദ്ധിയോടുള്ള ആരാധനയിലൂടെയും അവളുടെ മരണത്തിൽ പോലും അവളുടെ സ്മരണയെ ബഹുമാനിക്കുന്നതിലൂടെയും ഫെർഡിനൻഡിൻ്റെ സ്വഭാവം കൂടുതൽ വെളിപ്പെടുന്നു. It portrays him as a romantic and a noble figure devoted to his beloved. തൻ്റെ പ്രിയതമയ്ക്ക് വേണ്ടി സർവവും സമർപ്പിച്ച ഒരു കുലീന റൊമാൻറ്റിക് ഫിഗറാക്കി മാറ്റുന്നു ഫെർഡിനൻഡ് എന്ന കഥാപാത്രത്തെ. ഇതാണ് ഉത്തരം. Now, paragraph question number 3. Why do most of the actions in the play take place on an
ഐസൊലേറ്റഡ് ഐലൻഡ്. എന്തുകൊണ്ടാണ് നാടകത്തിലെ മിക്ക സംഭവങ്ങളും ഒരൊറ്റപ്പെട്ട ദ്വീപിൽ നടക്കുന്നത്? ഇതാണ് ചോദ്യം. ഇൻ ഷേക്സ്പിയേഴ്സ് ദ ടെംപെസ്റ്റ്, മോസ്റ്റ് ആക്ഷൻസ് ടേക്ക് പ്ലേസ് ഓൺ ആൻ ഐസൊലേറ്റഡ് ഐലൻഡ്. ദിസ് ഈസ് ടു ക്രിയേറ്റ് എ സെക്ലൂഡഡ് ആൻഡ് controlled environment suitable for the manipulation of characters and events by Prospero the magician. ഷേക്സ്പിയറിൻ്റെ ദ ടെംപെസ്റ്റ് എന്ന കൃതിയിൽ മന്ത്രവാദിയും പ്രഭുവുമായ പ്രോസ്പെറോയുടെ കഥാപാത്രങ്ങളുടെയും സംഭവങ്ങളുടെയും നിയന്ത്രണം സുഗമമാക്കുന്ന ഏകാന്തവും നിയന്ത്രിതവുമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനുള്ള ഒറ്റപ്പെട്ട ദ്വീപിലാണ് മിക്ക പ്രവർത്തനങ്ങളും നടക്കുന്നത്. The island serves as a metaphorical stage where Prospero orchestrates his schemes of vengeance and redemption. പ്രോസ്പെറോ പ്രതികാരത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും പദ്ധതികൾ സംഘടിപ്പിക്കുന്ന ഒരു ആലങ്കാരിക സ്റ്റേജ് ആയി ദ്വീപ് പ്രവർത്തിക്കുന്നു. Additionally, the isolation of the island intensifies the themes of power, control and the transformative nature of exile. കൂടാതെ അധികാരം, നിയന്ത്രണം, പ്രവാസത്തിൻ്റെ പരിവർത്തന സ്വഭാവം എന്നിവയുടെ പ്രമേയങ്ങളെ ദ്വീപിൻ്റെ ഒറ്റപ്പെടൽ തീവ്രമാക്കുന്നു. ഇറ്റ് അലൗസ് ദ ക്യാരക്ടേഴ്സ് ടു അണ്ടർഗോ പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് റിഫ്ലക്ഷൻ away from the constraints of society. ഇത് കഥാപാത്രങ്ങളുടെ വ്യക്തിപരമായ വളർച്ചയ്ക്കും സമൂഹത്തിൻ്റെ പരിമിതികളിൽ നിന്ന് പ്രതിഫലിപ്പിക്കാനും അനുവദിക്കുന്നു. Thus, the island setting becomes integral to the exploration of human nature and the resolution of the play's conflicts. അങ്ങനെ ദ്വീപ് പശ്ചാത്തലം മനുഷ്യപ്രകൃതിയുടെ പര്യവേഷണത്തിനും നാടകത്തിൻ്റെ സംഘട്ടനങ്ങളുടെ പരിഹാരത്തിനും അവിഭാജ്യ ഘടകമായി തീരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഉത്തരം. Now, paragraph question number 4. How do Miranda and Ferdinand profess their love for each other? മിറാൻഡയും ഫെർഡിനൻഡും എങ്ങനെയാണ് പരസ്പരം തങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത്? ഇതാണ് ചോദ്യം. Now, here is the answer. In Act 3, Scene 1 of Shakespeare's The Tempest, Miranda and Ferdinand profess their love for each other through heartfelt declarations and expressions of devotion. ഈ നാടകത്തിൽ ഹൃദയം നിറഞ്ഞ സ്നേഹപ്രഖ്യാപനങ്ങളിലൂടെയും ഭക്തിപ്രകടനങ്ങളിലൂടെയും മിറാൻഡയും ഫെർഡിനൻഡും പരസ്പരം തങ്ങളുടെ സ്നേഹപ്രകടനങ്ങൾ നടത്തുന്നു. ഫെർഡിനൻഡ് expresses his admiration for Miranda's beauty and purity, likening her to celestial beings. മിറാൻഡയുടെ സൗന്ദര്യത്തിലും വിശുദ്ധിയിലുമുള്ള തൻ്റെ ആരാധന ഫെർഡിനൻഡ് പ്രകടിപ്പിക്കുന്നു. അവളെ അവൻ സ്വർഗത്തിലെ ദേവതമാരോട് ഉപമിക്കുന്നു. മിറാൻഡ reciprocates Ferdinand's affection, declaring her love for him and expressing her willingness to endure hardship for his sake. മിറാൻഡ ഫെർഡിനൻഡിനോടുള്ള സ്നേഹം പ്രഖ്യാപിക്കുകയും അവനു വേണ്ടി പ്രയാസങ്ങൾ സഹിക്കാനുള്ള അവളുടെ സന്നദ്ധത അറിയിക്കുകയും ചെയ്യുന്നു. Their exchange is filled with romantic imagery and vows of eternal fidelity. അവരുടെ സ്നേഹപ്രകടനങ്ങൾ അവരുടെ പ്രണയത്തിൻ്റെ ആഴവും ആത്മാർത്ഥതയും തെളിയിക്കുന്നു. It symbolizes the depth and sincerity of their love despite the obstacles they face. പ്രതിബന്ധങ്ങൾ അവർക്ക് പ്രശ്നമല്ല. Through their words and actions, Miranda and Ferdinand affirm their commitment to each other. വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും മിറാൻഡയും ഫെർഡിനൻഡും പരസ്പരം തങ്ങളുടെ സ്നേഹ പ്രതിബദ്ധത സ്ഥിരീകരിക്കുന്നു. These things strengthen their bond amidst the trials of Prospero's island. ഇവ പ്രോസ്പെറോയുടെ ദ്വീപിലെ പരീക്ഷണങ്ങൾക്കിടയിൽ അവരുടെ ബന്ധം കൂടുതൽ അരക്കിട്ടുറപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഉത്തരം. Now, the last paragraph question number 5. Why does Miranda weep? എന്തുകൊണ്ടാണ് മിറാൻഡ കരയുന്നത്?
ഇതാണ് ചോദ്യം. ഇൻ ആക്ട് 3 സീൻ 1 ഓഫ് ഷേക്സ്പിയേഴ്സ് ദ ടെംപെസ്റ്റ്, മിറാൻഡ weeps upon witnessing Ferdinand carrying logs, believing him to be unfairly burdened with labor. ഈ നാടകത്തിൽ ഫെർഡിനൻഡിനെ അന്യായമായി അടിമപ്പണി ചെയ്യിക്കുന്നു എന്ന് മിറാൻഡ വിശ്വസിക്കുന്നു. അങ്ങനെ ഫെർഡിനൻഡ് വിറക് കഷ്ണങ്ങൾ ചുമന്നുകൊണ്ടു പോകുന്നത് കണ്ട് മിറാൻഡ കരയുന്നു. ഹെർ ടീയേഴ്സ് സ്റ്റെം ഫ്രം എംപതി and concern for Ferdinand's well-being as she perceives his toil as unjust and painful. ഫെർഡിനൻഡിൻ്റെ ക്ഷേമത്തെക്കുറിച്ചുള്ള സഹാനുഭൂതിയിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നും അവളുടെ കണ്ണുകൾ നിറയുന്നു. കാരണം അവൻ്റെ അധ്വാനം അന്യായമായി അവൾ കാണുന്നു. മിറാൻഡസ് ഇമോഷണൽ റിയാക്ഷൻ റിഫ്ലെക്ട്സ് ഹെർ കമ്പാഷനേറ്റ് നേച്ചർ ആൻഡ് ഹെർ ഡീപ്പ് അഫെക്ഷൻ ഫോർ ഫെർഡിനൻഡ്. കൂടാതെ മിറാൻഡയുടെ വൈകാരിക പ്രതികരണം അവളുടെ അനുകമ്പയും ഫെർഡിനൻഡിനോടുള്ള അവളുടെ അഗാധമായ സ്നേഹവും പ്രതിഫലിപ്പിക്കുന്നു. മോർ ഓവർ, ഹെർ ടീയേഴ്സ് മേ ഓൾസോ സിഗ്നിഫൈ ഹെർ ഫ്രസ്ട്രേഷൻ വിത്ത് ദെയർ സർക്കംസ്റ്റാൻസസ് ആൻഡ് ഹെർ ഡിസയർ ടു അലീവിയേറ്റ് ഫെർഡിനൻഡ്സ് സഫറിങ്. അതുകൂടാതെ ഈ സാഹചര്യങ്ങളിലുള്ള അവളുടെ നിരാശയും ഫെർഡിനൻഡിൻ്റെ കഷ്ടപ്പാട് മാറ്റിയെടുക്കാനുള്ള മിറാൻഡയുടെ ആഗ്രഹവും ആണ് അവളുടെ കണ്ണുനീരിലൂടെ പ്രതിഫലിക്കുന്നത്. ഇറ്റ് ഹൈലൈറ്റ്സ് ദ തീം ഓഫ് എംപതി ആൻഡ് ദി ഇൻജസ്റ്റിസ് ഓഫ് പ്രോസ്പെറോസ് മാനിപ്പുലേഷൻ ഓഫ് ദെയർ റിലേഷൻഷിപ്പ്. ഈ നാടകത്തിൻ്റെ പ്രമേയം, അതായത് സഹാനുഭൂതി, ആ യുവമിഥുനങ്ങളുടെ ബന്ധത്തിൽ പ്രോസ്പെറോ കാണിക്കുന്ന അനീതി, ഇക്കാര്യങ്ങളൊക്കെ ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതാണ് ഉത്തരം. വെൽ ഫ്രണ്ട്സ്, ദീസ് ആർ ദ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ദിസ് ഈസ് ദി എൻഡ് ഓഫ് ദിസ് വീഡിയോ. See you soon in another video. Until then, bye-bye.